ഹലോ, എല്ലാവർക്കും ലേൺ വിത്ത് ചൈത്ര എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഴഞ്ചൊല്ലുകളാണ്. വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോകളാണ് ഈ ചാനലിലുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കതിരിന്മേൽ വളം വയ്ക്കരുത്. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. മത്തൻ കുത്തിയാൽ കുമ്പളം മുളയ്ക്കുമോ? കള പറിച്ചാൽ കളം നിറയും. കാറ്റുള്ളപ്പോൾ തൂറ്റണം. കർക്കിടകച്ചേന കട്ടിട്ടെങ്കിലും തിന്നണം. കുംഭത്തിൽ നട്ടാൽ കുടയോളം, മീനത്തിൽ നട്ടാൽ മീൻകണ്ണോളം. അമരത്തടത്തിൽ തവള കരയണം. കുംഭത്തിൽ മഴ പെയ്താൽ കുന്നൊക്കെ ചോറ്. അടുത്ത് നട്ടാൽ അഴക്, അകലത്തിൽ നട്ടാൽ വിളവ്. എള്ളുണങ്ങുന്ന കണ്ട് നെല്ലുണങ്ങണോ? കണ്ടം വിറ്റ് കാളയെ വാങ്ങരുത്. സമ്പത്ത് കാലത്ത് തൈ 10 വെച്ചാൽ ആപത്ത് കാലത്ത് കാ 10 തിന്നാം. അടയ്ക്കയായാൽ മടിയിൽ വെക്കാം, അടയ്ക്ക മരമായാലോ? എളിയവരും ഏത്തവാഴയും ചവിട്ടും തോറും തഴയ്ക്കും. വിത്തുഗുണം 10 ഗുണം. ഇരുമുറി പത്തായത്തിൽ ഒരു മുറി വിത്തിന്. വിത്ത് കുത്തി ഉണ്ണരുത്. മകരത്തിൽ മഴ പെയ്താൽ മലയാളം മുടിയും. നെല്ലൊരു കൊല്ലം വെക്കാം, അരിയൊരു വാരം വെക്കാം, ചോറൊരു നേരം വെക്കാം. ഊന്നു കുലയ്ക്കില്ല, വാഴയെ കുലയ്ക്കൂ. ഏറെ വിളഞ്ഞാൽ വിത്തിനാകാം. മണ്ണും തെങ്ങും ചതിക്കില്ല. എല്ലുമുറിയെ പണി ചെയ്താൽ പല്ലുമുറിയെ തിന്നാം. കണ്ണീരിൽ വിളഞ്ഞ വിദ്യയും വെണ്ണീരിൽ വിളഞ്ഞ വിളയും. പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി വയനാട്ടിൽ നിന്നും വരും. എളിയ നിലത്തെ നീരോടൂ. വിത്തു നന്നായാൽ വിളവ് നന്നായി. വിളഞ്ഞതിലേക്ക് തേവരുത്. പറിച്ചു നട്ടാലേ കരുത്തു നേടൂ. അപ്പോൾ ഇന്നത്തെ കൃഷിച്ചൊല്ലുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്